നമസ്കാരം. ബ്രസീലിൽ അക്രമികളുടെ വെടിയേറ്റ് ജനപ്രതിനിധികൾ മരിക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ വ്യാപകമാകുന്നു. കഴിഞ്ഞ ദിവസവും ഒരു കൗൺസിലർ അജ്ഞാതരായ അക്രമികളുടെ വെടിയേറ്റ് മരിച്ചതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലെങ്ങും വൈറലായി മാറിയിരിക്കുകയാണ്. അതിഭയാനകമായ ദൃശ്യങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. വീടിന് മുന്നിൽ സംസാരിച്ച് നിൽക്കുകയായിരുന്ന ഒരു കൗൺസിലറുടെ നേർക്കാണ് അക്രമികൾ വെടിവെച്ചത്. വടക്ക് കിഴക്കൻ നഗരമായ ടബുലിറോ ഡോ നോർട്ടയിലെ മുനിസിപ്പൽ കൗൺസിലറായിരുന്ന മാർക്കോസ് ദെ അരൗജോ ആണ് അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചത്. സ്വന്തം വീടിന് മുന്നിൽ ഭാര്യാമാതാവുമായി സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് അക്രമികളെത്തി ഇദ്ദേഹത്തിന് നേരെ വെടിവയ്ക്കാൻ തുടങ്ങിയത്. ആദ്യമെത്തിയ അക്രമി 4 തവണ അരോജയുടെ നേരെ വെടിതുറക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. തുടർന്ന് കൂടെ ഉണ്ടായിരുന്ന ആളും വെടിവെച്ചു. മൊത്തം 9 വെടികൊണ്ടുകളാണ് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നത്. അരോജോ സംസാരിച്ച് നിൽക്കുകയായിരുന്ന ഭാര്യാമാതാവാകട്ടെ കസേരയിൽ നിന്ന് എണീറ്റ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. തുടർന്ന് ഓടി മാറാൻ നോക്കി അവർക്ക് നേരെയും അക്രമികൾ വെടിവയ്ക്കുന്നുണ്ട്. തോളിലും പിൻഭാഗത്തും വെടിയേറ്റ ഭാര്യാമാതാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ അവരുടെ നില ഗുരുതരമല്ല എന്നാണ് പറയപ്പെടുന്നത്. അരോജയെ വെടിയേറ്റതിന് തൊട്ട് പിന്നാലെ തന്നെ വീട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു എങ്കിലും നിമിഷങ്ങൾക്ക് തന്നെ അദ്ദേഹം മരിക്കുകയായിരുന്നു. എന്താണ് ഈ അക്രമത്തിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും യാതൊരു തരത്തിലുമുള്ള വിവരവും ലഭ്യമായിട്ടില്ല. പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുമുണ്ട്. ഇത് 4ാം തവണയാണ് അരോജോ മുനിസിപ്പൽ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നത്. നഗരത്തിലെ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡന്റ് പദവിയും ഇദ്ദേഹം വഹിച്ചിരുന്നു. നഗരത്തിൽ 3 ദിവസത്തെ ദുഃഖാചരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബ്രസീലിലെ കിഴക്കൻ നഗരമായ ജോവോ ഡയസിലെ മേയറായിരുന്ന ഫ്രാൻസിസ്കോ ഡി ഒലിവേറയും അദ്ദേഹത്തിൻ്റെ പിതാവും 4 മാസം മുമ്പാണ് ഇത്തരത്തിൽ വെടിയേറ്റ് മരിച്ചത്. ഫ്രാൻസിസ്കോ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയായിരുന്നു. അങ്ങനെ വോട്ട് തേടി ഓരോ വീടുകളിലും കയറി ഇറങ്ങുന്ന സമയത്താണ് 2 വാഹനങ്ങളിലായി എത്തിയ അക്രമികൾ അദ്ദേഹത്തെയും പിതാവിനെയും വെടിവെച്ചത്. വെടിയേറ്റ മേയറേയും പിതാവിനെയും അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു എങ്കിലും പിന്നീട് മരിക്കുകയായിരുന്നു. സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഒരു മുൻ മേയറേയും വനിതാ കൗൺസിലറേയും ചുറ്റിപ്പറ്റിയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ജനപ്രതിനിധികൾക്ക് നേരെ ബ്രസീലിൽ വ്യാപകമായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട് എന്നാണ് ബ്രസീലിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പലപ്പോഴും വ്യക്തിവൈരാഗ്യമായിരിക്കാം ഇതിൻ്റെ പിന്നിലുള്ളത് എന്നാണ് കരുതുന്നത് എങ്കിലും രാഷ്ട്രീയ കാരണങ്ങളും ഉണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ പ്രമുഖ പദവികൾ വഹിക്കുന്ന മേയറും കൗൺസിലറും ഒക്കെ ആയിരുന്ന ആളുകൾക്ക് നേരെ വെടിയുണ്ടാകുന്നത്. പലപ്പോഴും ആരുടെയെങ്കിലും കച്ചവട താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് കൂട്ടുനിൽക്കാത്തതിൻ്റെയൊക്കെ പേരിലായിരിക്കാനും സാധ്യതയുണ്ട്. എന്താണെങ്കിലും ബ്രസീലിലെ ജനപ്രതിനിധികളെല്ലാം തന്നെ ഇപ്പോൾ ഭയത്തിലാണ്. കാരണം ഏത് നിമിഷം വേണമെങ്കിലും തങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടാകാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പലപ്പോഴും കേസുകളിലെ പ്രതികളെ പിടികൂടാനും കഴിയാറില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാന പ്രതിസന്ധി.